പറയണ്ട, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവെന്ന നിലയിലും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ട് വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ രേണു സുധി എന്ന പേര് മാറ്റിയേക്കുമെന്ന് രേണു പറയുന്നു. മൂന്നാമത്തെ കല്യാണമെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പോഴും താൻ കൊല്ലം സുധി എന്ന അതുല്യ കലാകാരന്റെ ഭാര്യയാണ്. അസാധ്യ കലാകാരനും നല്ലൊരു ഭർത്താവുമായിരുന്നു അദ്ദേഹം. സുധിച്ചേട്ടന്റെ നിയമപരമായിട്ടുള്ള ഒരേയൊരു ഭാര്യ താനാണ്. ഇനി എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ഭാര്യയായാൽ താൻ സുധിച്ചേട്ടന്റെ പേര് തന്റെ പേരിൽ നിന്നും മാറ്റും. തന്റെ കഴുത്തിൽ മറ്റൊരാൾ താലിയോ മിന്നോ അല്ലെങ്കിൽ മെഹറോ ചാർത്തിയാൽ താൻ പേര് മാറ്റും. അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണു സുധി ആ പേര് മാറ്റില്ല എന്നാണ് രേണു പറയുന്നത്. തട്ടമിട്ട് രേണുവിനെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് മുൻപൊരു ചടങ്ങിൽ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ രേണുവിനോട് ചോദിച്ചപ്പോൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്നും രേണു കൂട്ടിച്ചേർക്കുന്നു. തട്ടമിടുന്ന കാര്യത്തെക്കുറിച്ച് താൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നും രേണു വ്യക്തമാക്കുന്നു.